അല്ല, തോൽവി എന്തായാലും വന്നു. അത് പാർട്ടി വിലയിരുത്തും. പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. പെരിന്തൽമണ്ണ നഗരസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF അധികാരത്തിലെത്തി. പ്രതിപക്ഷം 3 പതിറ്റാണ്ട് ഭരിച്ച LDF പ്രതിപക്ഷത്ത് എത്തി എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് കുട്ടിക്കഴിച്ച് പറയാനൊന്നും കഴിയില്ല. ജനം തീരുമാനിക്കുമെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനം തീരുമാനിച്ചതാവും. ഒരുപക്ഷെ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരായ പല ആളുകളും അഭിപ്രായപ്പെട്ടതുപോലെ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഒന്ന് ഒതുങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പലരും പറഞ്ഞു. മൻസൂർ നച്ചിയിൽ, താങ്കള് നല്ലൊരു മത്സരം നടന്ന സ്ഥലത്താണെന്ന് താങ്കളുണ്ടായിരുന്നെങ്കിലും നല്ല ഒരു വിജയം താങ്കൾക്കുണ്ടായി. അതുപോലെ ഈ ഇപ്പോൾ നിലവിലുള്ള ഈ കൗൺസിലർമാർ LDFന്റെ അതൊക്കെ ഒരുപക്ഷെ ജനങ്ങളുടേതായ കുറെ താല്പര്യങ്ങൾ, ജനങ്ങൾക്ക് ഈ LDFന്റെ കൗൺസിലർമാർ ഇത്രയും നല്ല രീതിയിലൂടെ വേണമെന്ന് താല്പര്യം UDFന് അവർക്ക് അവസരം കിട്ടിയത് മാത്രമേ ഉള്ളൂ. ഈ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാ കാണുന്നത്? അല്ലോ, ഞങ്ങള് പ്രതിപക്ഷത്തല്ല ഇരിക്കണത്. ഞങ്ങൾ ജനപക്ഷത്താണ് ഇരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങൾക്ക് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുക. ആ രൂപത്തിൽ ജനപക്ഷത്ത് നിന്നിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരുപാട് UDF നേരത്തെ പറഞ്ഞിരുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റി ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെയുള്ള കുറെ ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, മത്സര രംഗത്ത് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പൊ അതൊക്കെ പൂർത്തീകരിക്കുമെന്ന് അവർ പറയുന്നു. ഇനിയിപ്പോ അവരെ കൊണ്ട് പൂർത്തീകരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അതായത് ഇനി നിങ്ങൾക്ക് പറയാലോ അതെന്തുകൊണ്ട് ചെയ്തില്ല. നേരത്തെ കൗൺസിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന ആളുകളാണ് എന്തുകൊണ്ട് ടൗൺ ഹാള് അങ്ങനെ കിടന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് എന്തുകൊണ്ട് അങ്ങനെ കിടക്കുന്നു ഒക്കെ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം കിട്ടില്ലേ? അവർ പറയുന്നത് പൂർത്തീകരിക്കുന്നു. അതൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങളുടെ കൂട്ടായ ശ്രമം ഉണ്ടാവണമെന്ന് UDF നേതാക്കളും പറയുന്നു. അങ്ങനെ ഉണ്ടാകുമോ? അതൊക്കെ വ്യാജമായ പ്രചരണമാണ്. ഇപ്പൊ ഇന്ന് ആദ്യ കൗൺസിലിന്റെ സത്യപ്രതിജ്ഞ എവിടെയാണ് നടന്നത്? ടൗൺ ഹാളിലാണ്. ടൗൺ ഹാളിൽ. ആ ടൗൺ ഹാളിൽ എന്തെങ്കിലും പ്രവർത്തനം ബാക്കിയുണ്ടോ? ജബ്ബാർക്കാട് വന്ന് നോക്കിയതല്ലേ? അപ്പോൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ല, ഇതിലൊന്നും കയമ്പില്ല ആരോപണങ്ങളൊക്കെ വരട്ടെ. നമ്മളെന്തായാലും തുടർന്ന് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ബാലൻസ് വെച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാഴ്ചപ്പാടിലും കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം തുടർച്ചയായിട്ടുള്ള 30 കൊല്ലം പോയിട്ടുള്ളത്. അപ്പോൾ ഈ തവണ ബാക്കി വെച്ച പരിപാടികൾ അതിനുള്ള ഫണ്ടും കൂടി ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങുന്നത്. അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അത് നടപ്പിലാക്കും എന്നതിന് തോന്നുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അതല്ല നടപ്പിലാക്കൂല നടപ്പിലാക്കൂല എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കൂല. എന്തായാലും ഞങ്ങൾ വികസന കാര്യങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. അല്ല, അവര് UDFന്റെ നേതാക്കൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന നൽകുന്ന ആളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവര് പറഞ്ഞതും, അതുകൂടാതെ MLA പറഞ്ഞത്, അതുപോലെ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയം ഉണ്ടാവില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ജനങ്ങളുടെ ആയാലും എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി അത് കേൾക്കും. ഈ പെരിന്തൽമണ്ണയെ ഒരു വലിയ നഗരമായി വളർത്തുന്നതിൽ എല്ലാവർക്കും തുല്യ പങ്കുണ്ടാകും. എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ വിവേചനമില്ലാത്ത ഒരു വികസനത്തിനാണ് ആ വികസനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ടൗൺ ഹാളിന്റെ കാര്യം ഓക്കെ, മാർക്കറ്റിന്റെ കാര്യം ഇപ്പോഴും പരിതാപകരമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിച്ചു നിന്ന് ഇതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 30 വർഷം അതിന് മുമ്പാണ് പഞ്ചായത്തായപ്പോഴും ഞങ്ങൾ ഒരു കാരണവശാലും വിവേചനം കാണിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിനും കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോയിട്ടുള്ളത്. ആ പഴയകാല ആളുകളോടൊക്കെ ചോദിച്ചാൽ അറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരെ ഭരണപക്ഷമാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല. അതിന് ആരുടെ കൂടെയാണെങ്കിലും നമ്മൾ സന്ധി ഇല്ലാതെ പോരാടേണ്ടയും ഒന്നായിട്ട് തന്നെ നീങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ആഗ്രഹത്തിൽ വേറൊന്നും ഇപ്പൊ നമ്മൾ തൽക്കാലം പറയണില്ല. നമ്മൾ തുടർച്ചയായിട്ടുള്ള വികസനം തന്നെ മുന്നോട്ട് പോകണം. പുതിയ വികസന കാഴ്ചപ്പാടിൽ നമുക്ക് എതിർപ്പില്ല. പുതിയ കാഴ്ചപ്പാടുകളായിട്ടൊക്കെ മുന്നോട്ട് പോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിലവിലുള്ള വികസനം തുടർന്ന് പോയേ പറ്റുള്ളൂ. ഒരു കാര്യം പറയട്ടെ, അമിതമായ ആത്മവിശ്വാസം എന്നൊക്കെ പല ആളുകളും ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു. അമിതമായ ആത്മവിശ്വാസത്തിന്റെ ഒരു ഘടകം പ്രതിപക്ഷത്തേക്കുള്ള ഈ വരവിന് കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചാൽ, ഒരുപക്ഷെ നേരത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്ന സ്ഥിരം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനൊക്കെ ആയിരുന്നു. ഇപ്പോ ഏറ്റവും കൂടുതൽ സീനിയർ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സീനിയർ അമ്പിളി ചേച്ചിയുണ്ട്. അതുകൂടാതെ ആണുങ്ങളില് പുരുഷന്മാരില് പ്രത്യേകിച്ച് ഭരണകാര്യങ്ങളിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ശരിയാണ്. മൻസൂർ നച്ചിയിൽ
ആ ആത്മവിശ്വാസം എന്താ പറയാ തിരിച്ചടിയാൻ തോന്നുന്നുണ്ടോ? അല്ല, തോൽവി എന്തായാലും വന്നു. അത് പാർട്ടി വിലയിരുത്തും, പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. എങ്ങനെയാണോ വന്നതെന്നില്ല, അതിനെക്കുറിച്ചൊക്കെ പാർട്ടിയാണ് പറയേണ്ടത്. ഞാനല്ല തൽക്കാലം അതിനെക്കുറിച്ച് പറയേണ്ടത്. അതെ. എന്തായാലും അതിനെക്കുറിച്ച് പഠിക്കും, എന്താണ് സംഭവിച്ചതെന്നില്ല പഠിക്കും. പക്ഷെ തിരുത്തി വരും എന്നല്ല, 5 വർഷം കൊണ്ട് തിരിച്ച് ഇടതുപക്ഷം തന്നെ ഇവിടെ ശക്തമായ രീതിയിൽ തിരിച്ചു വരും. അതിന് 16 ആളുകൾ മാത്രം മതി ഇവിടെ. അത് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ 16 ആളുകൾ മുന്നോട്ട് പോകും. തിരിച്ച് പെരിന്തൽമണ്ണ നഗരസഭ തിരിച്ച് ഇടതുപക്ഷത്തിന്റെ കോട്ടയായി തന്നെ മാറും. ഒരു തർക്കമല്ല. ഒരു തർക്കമില്ല. പെരിന്തൽമണ്ണ നഗരസഭ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി തന്നെ മാറും. ആ 5 വർഷം ശരിക്കും ആർജവത്തോടു കൂടി പാർട്ടിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ്. ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മൻസൂർ നച്ചീൽ പറയുന്നത്. ഇപ്പോൾ ഈ ഉള്ള കൗൺസിലർമാരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഭരണത്തിന്, ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ നാടിന് വലിയ വളർച്ച ഉണ്ടാകും. നിങ്ങളുടെയൊക്കെ ഒത്തൊരുമ കൂടി ഉണ്ടാകണമെന്ന് ഒരുപക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണമെന്നാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. നേരത്തെ കൗൺസിലിലെ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു അമ്പിളി മനോജ്. പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിലൊക്കെ എല്ലാവരോടും ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളിലും അവരുടെ വാർഡിൽ പോലും ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണ്. ഇനിയിപ്പോൾ UDF ആണ് ഭരിക്കുന്നത്, ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമെന്നാണ് UDF നേതാക്കളും പറഞ്ഞത്, MLA പറഞ്ഞത്. അപ്പോൾ ഇനി ഒരുമിച്ച് വികസനങ്ങൾക്കൊരു കുതിപ്പുണ്ടാക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഞങ്ങളും അതുപോലെ തന്നെ ഈ LDFന്റെ 16 കൗൺസിലറും ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പൊ അടുത്ത പ്രാവശ്യം എല്ലാ വാർഡും പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങളുടെ പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത് ഇപ്പൊ ഈ 5 വർഷം കഴിഞ്ഞ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ 2030 വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇവിടേക്ക് ഇപ്പൊ മൻസൂർ നച്ചീൽ പറഞ്ഞ പോലെ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടല്ലേ? നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ കൗൺസിലുകളിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒട്ടേറെ ഇപ്പൊ ഇവിടെ നേരത്തെ മൻസൂർ പറഞ്ഞ പോലെ നമ്മുടെ ടൗൺ ഹാള് അത്ര മനോഹരമാണ്. പഴയ കൗൺസിലർമാര്, അത് പ്രതിപക്ഷത്തിരുന്ന കൗൺസിലർമാർ അത് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. എങ്കിലും അവിടെ വെച്ച് തന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഒരു കാര്യം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ആത്മവിശ്വാസം, ഇപ്പോൾ മൻസൂർ നച്ചീലിനോട് ചോദിച്ച പോലെ ആത്മവിശ്വാസം കൂടുന്നത് ചിലപ്പോ നമുക്ക് വിപരീതമായി മാറും. അങ്ങനൊരു സാഹചര്യം, ആത്മവിശ്വാസം കൂടിയതാണോ ഇങ്ങനെ നമുക്ക് LDFന്റെ അംഗസംഖ്യ കുറഞ്ഞതിന് കാരണം? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ആത്മവിശ്വാസം തന്നെ കഴിഞ്ഞ കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ നല്ലതായതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ ആത്മവിശ്വാസം പുലർത്തിയിരുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ പറയൂല്ലേ? ഏതായാലും നല്ല ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന് ലോക്കൽ ഇതിലൊന്നും പറയാൻ പറ്റില്ല. അവര് ജനപക്ഷത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് വികസന കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുമെന്ന് കൂടി മൻസൂർ നച്ചീൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഭരിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ ടൗണിന്റെ വളർച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ എന്നാണ് നമുക്കും ആശംസിക്കാനുള്ളത്. അങ്ങനെ തന്നെ വേണം ഈ നാട് വളരണം. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക തന്നെയാണ് വേണ്ടത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.